പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മൈക്രോ ഇക്കണോമിക്സിലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ മനോഹരമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇന്ന് രണ്ടാമത്തെ ബുക്കായ മാക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നാം പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. ഇതാണ് ചാപ്റ്റർ. വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമ്മളോട് പറയുന്നത് എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ലഘുവിവരണമാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ആവിർഭവിച്ചത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ലഘുവിവരണമാണ് ഈ ചാപ്റ്റർ കൈകാര്യം ചെയ്യുന്നത്. മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയ, പ്രാഥമിക അറിവ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ് എന്ന ടോപ്പിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അവയൊന്നും തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ആവർത്തിക്കുന്നില്ല. വർഷങ്ങളോളം ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർണ്ണയിക്കുന്നതിൽ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളും അവരുടെ ചിന്താധാരകളും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആഡം സ്മിത്ത്, a Scottish philosopher and economist, was one among the classical economists. സ്മിത്തിനെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയുമാണ് നാം ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ആഡം സ്മിത്ത്, പോപ്പുലർലി നോൺ ആസ് ദി ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയ പിതാവ് എന്നാണ് ആഡം സ്മിത്തിനെ നാം വിശേഷിപ്പിക്കുന്നത്. സ്മിത്തിന് മുൻപും മെർക്കന്റിലിസം പോലെയുള്ള സാമ്പത്തിക ചിന്തകളും സിദ്ധാന്തങ്ങളും ലോകരാജ്യങ്ങളിൽ നിലനിന്നിരുന്നു. എന്നാൽ മാനവിക സാമൂഹിക വിഷയങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയമായി ഇടപെടാനായിട്ട് പറ്റിയത് മെർക്കന്റിലിസത്തിനേക്കാൾ ഉപരി ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾക്കായിരുന്നു. ഇക്കണോമിക്സ് വ്യതിരിക്തമായ ഒരു വിജ്ഞാന ശാഖയായി പടർന്നു പന്തലിക്കാനുള്ള നിലമൊരുങ്ങിയത് ആഡം സ്മിത്തിൻ്റെ മാസ്റ്റർ പീസായ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധ കൃതിയായിട്ടുള്ള എൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ പ്രസിദ്ധീകരണത്തോടെയാണ്. which was published in the year of 1776. So, with respect, we call him the founding father of modern economics. Okay, ഇവിടെ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Who is the founding father of modern economics? Yes, Adam Smith. What is the monumental work done by Adam Smith? Yes, Wealth of Nations. In which year Wealth of Nation was published? 1776. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളിൽ അഥവാ പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ പ്രമുഖരായിരുന്നു തോമസ് റോബർട്ട് മാൽത്തൂസ്, JS മിൽ, JB സേ എറ്റ്സെട്ര. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളെ നാം സപ്ലൈ സൈഡ് ഇക്കണോമിസ്റ്റുകൾ എന്നാണ് വിളിച്ചത്. ഒരു രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന്, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സപ്ലൈക്ക് അമിത പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു എന്ന് വാദിച്ചിട്ടുള്ളവരാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ. കേൾവി കേട്ടിട്ടുള്ള സെയ്സ് ലോ ഓഫ് മാർക്കറ്റിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ദിസ് ഈസ് പോപ്പുലർലി നോൺ ആസ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതോടെ ആ വസ്തുവിനുള്ള ഡിമാൻഡും സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് JB സേ വാദിച്ചിരിക്കുന്നത്. He says, to produce a thing, an entrepreneur should have to combine the factors of production. Land, labor, capital and organization or entrepreneur are the 4 factors of production as we know. The entrepreneur should pay the reward for the factors of production, for the services they rendered in the process of production. Rent is the reward for land. Wage is the reward for labor. Interest is the reward for capital. And profit, that is the reward for the entrepreneurship. When a product is sold out from the market, at the same time, an equivalent amount of its price is injected into the market in the form of rent, wage, interest, and profit. The purchasing power thereby increases in the market as much as that of the price of the product. ആണല്ലോ. Say argues,
in such an economy, they can produce output as much they can. Don't be afraid, the entire output will be demanded since the equivalent purchasing power has been generated in the economy in the process of production. Right? ഇത് നമുക്ക് ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് വിശദമാക്കാം. ഒരു ചോക്കിൻ്റെ ഉൽപ്പാദനം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഈ ചോക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ ഈ 4 ഉൽപ്പാദന ഘടകങ്ങളെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് ഉൽപ്പാദിപ്പിച്ച ചോക്ക് മാർക്കറ്റിൽ വിറ്റപ്പോൾ എനിക്ക് 4 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ 4 രൂപ പൂർണ്ണമായും എന്നെ ചോക്ക് ഉൽപ്പാദിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള ഈ ഘടകങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ആണല്ലോ. ഇവിടെ 4 രൂപയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ലാൻഡിന് റെൻ്റായിട്ട് 1 രൂപ കൊടുക്കുകയാണ്, ലേബറിന് വേജായിട്ട് 1 രൂപ കൊടുക്കുകയാണ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആയിട്ട് 1 രൂപ കൊടുക്കുകയാണ്, കഴിച്ചുള്ള 1 രൂപ ഓൺട്രപ്രണറുടെ ലാഭമായിട്ട് എടുക്കുകയാണ്. ഇവിടെ 4 രൂപ നമ്മുടെ ഇക്കോണമിയിൽ റെൻ്റായിട്ട്, വേജായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട്, പ്രോഫിറ്റായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 4 രൂപയുടെ ഒരു ചോക്ക് മാർക്കറ്റിൽ വിറ്റഴിഞ്ഞപ്പോഴേക്കും. എങ്കിൽ ഒരു ഇക്കോണമിയിൽ ഒരു ചോക്ക് മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ഇക്കോണമിയിൽ എത്ര വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചാലും അതിന് തത്തുല്യമായിട്ടുള്ള അത്രയും തുക, പർച്ചേസിംഗ് പവർ മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്കിൽ ഇവിടെ എത്ര വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചാലും ശരി, അവയ്ക്കൊക്കെ തന്നെ മാർക്കറ്റ് അഥവാ ഡിമാൻഡ് ലഭിച്ചിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇക്കോണമിയിലുള്ള എല്ലാ ഉൽപ്പാദകരും അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഉൽപ്പാദനം തുടർന്നുകൊണ്ടേയിരിക്കും. ഉൽപ്പാദനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ജോലി ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു സമ്പദ് വ്യവസ്ഥയിലെ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ ലഭിക്കുന്നത് വരെ ഈ ഒരു ഉൽപ്പാദന പ്രക്രിയ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. അവസാനം അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നത് വരെ ഈ ഒരു ഉൽപ്പാദന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് പറയുകയാണ്, സാധാരണ സാഹചര്യത്തിൽ ഒരു ഇക്കോണമിയിൽ സ്ഥായിയായിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ എല്ലായ്പ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന പെർമനൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇക്കോണമി ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ഈ ഒരു അവസ്ഥയിൽ ഇക്കോണമിയിൽ ഒരു പക്ഷേ നേരിയ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കണ്ടേക്കാം. അത് തികച്ചും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ പറിച്ചു നടുമ്പോൾ ഉണ്ടാവുന്ന തൊഴിലില്ലായ്മ, ഒരു തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിൽ കണ്ടെത്തുന്നത് വരെയുള്ള തൊഴിലില്ലായ്മ, ഇത് തികച്ചും ഹ്രസ്വ കാലഘട്ടത്തിൽ മാത്രം അനുഭവപ്പെടുന്നതാണ്. എങ്കിലും ഒരു ഇക്കോണമിയിലുള്ള സ്ഥായിയായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. കൂടാതെ അവർ പറയുകയാണ്, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ എനി മാറ്റർ. ദേ ആർ ദ അഡ്വക്കേറ്റ്സ് ഓഫ് laissez-faire policy. Laissez-faire is a French phrase that means let do. സ്വതന്ത്രരായിട്ട് ഉൽപ്പാദകരെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക. എങ്കിൽ ആ ഒരു ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. The role of the government confined to maintain law and order. ഒരു ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമാണ്. ഡിമാൻഡും സപ്ലൈയും ഈ ഒരു ഇക്കോണമിയിൽ തുല്യമായത് കൊണ്ട് തന്നെ അവിടെ കൺസ്യൂമേഴ്സും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും സംതൃപ്തരാണ്. ഡിമാൻഡും സപ്ലൈയും തുല്യമായതുകൊണ്ട് ഉപഭോക്താക്കളും ഉൽപ്പാദകരും ഇവിടെ സംതൃപ്തരാണ്. അതായത് ദ മാർക്കറ്റ് ഈസ് ഇൻ ഈക്വിലിബ്രിയം. എങ്കിലും ചിലപ്പോഴൊക്കെ മാർക്കറ്റിൽ ഡിസിക്വിലിബ്രിയം കണ്ടേക്കാം. ഇങ്ങനെ മാർക്കറ്റിൽ ഒരു ഡിസിക്വിലിബ്രിയം ഉടലെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവിസിബിൾ ഹാൻഡിൻ്റെ പ്രവർത്തനത്തോടെ അത് മാറിക്കൊള്ളും. മാർക്കറ്റ് ഫോഴ്സസ് ആയ ഡിമാൻഡിനെയും സപ്ലൈയുമാണ് നാം ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യ കരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ 1930കളിൽ ലോകരാജ്യങ്ങളെ സങ്കടക്കടലിലാക്കിയ
ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹത്തായ മാന്ദ്യത്തിന് പരിഹാരം കാണാൻ, അവയ്ക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിന് കഴിയാതെ പോയി. അവരുടെ വാദഗതികളും സിദ്ധാന്തങ്ങളും ഒരു ചില്ലുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. 1929 തുടങ്ങി 1939 വരെയുള്ള 10 വർഷ കാലയളവിൽ നീണ്ടുനിന്നിരുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും വിവിധ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി. ലോക വ്യവസായ രാജ്യങ്ങളിലെ മാർക്കറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ കെട്ടിക്കിടന്നു കുമിഞ്ഞുകൂടി. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴി നൽകി. എവരി മാർക്കറ്റ് എക്സ്പീരിയൻസസ് എക്സസ് സപ്ലൈ. ഒരു മാർക്കറ്റിൽ സപ്ലൈ എക്സസ് ആണ് എങ്കിൽ അത് വിറ്റഴിഞ്ഞ് പോകുന്നതുവരെ ഉൽപ്പാദനം നടക്കില്ല. ഉൽപ്പാദനം നടക്കുന്നില്ല എങ്കിൽ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കില്ല. തൊഴിൽ ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ വരുമാനം നിലച്ചുപോകും, വരുമാനം കുറയും. വരുമാനം കുറയുമ്പോഴോ ഡിമാൻഡ് വീണ്ടും കുറയും. ഡിമാൻഡ് എത്ര കണ്ട് കുറയുന്നുവോ അതിനനുസരിച്ച് ഉൽപ്പാദനവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കരാളഹസ്തം ലോകരാജ്യങ്ങളുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ 1930കളിലെ മഹത്തായ മാന്ദ്യത്തിൻ്റെ കാലഘട്ടത്തിൽ. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ തീവ്രത കാണണമെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയിലേക്ക് പോയാൽ മതി. അമേരിക്കൻ ഇക്കോണമിയിലെ 3% മാത്രമായിരുന്ന തൊഴിലില്ലായ്മ വളർന്ന് 25%-ലെത്തിയിരിക്കുന്നു. US ഇക്കോണമിയുടെ GDP 100%-ൽ നിന്നും കുറഞ്ഞ് 33%-ആയി മാറിയിരിക്കുന്നു. ഇത്ര കണ്ട് തീവ്രമായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളുടെ അവസ്ഥ. അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും കൊടിയ പട്ടിണിയും മൂലം ദാരിദ്ര്യത്തിൻ്റെ ചുഴിക്കയത്തിൽ പെട്ടുപോയ ലോക ജനതയ്ക്ക് കരകയറാനുള്ള ഒരു മാർഗനിർദ്ദേശവുമായി ഒരു ദേവദൂതനെ പോലെ പ്രവേശിക്കുകയാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് അഥവാ JM കെയ്ൻസ്. തൻ്റെ സുപ്രസിദ്ധ കൃതിയായ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇദ്ദേഹം രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടം മുതൽ കെയ്നിഷ്യൻ ഇറ ആരംഭിക്കുന്നു. കെയ്ൻസ് പറയുകയാണ്, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിൻ്റെ സിദ്ധാന്തങ്ങളും സമീപനങ്ങളും ഞാൻ പൂർണ്ണമായും നിരസിച്ച് കളയുന്നില്ല. എങ്കിലും ഞാൻ അവയെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. ഒരു ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവമല്ല. പലപ്പോഴും ഏതൊരു ഇക്കോണമിയിലും നമുക്ക് കാണാനായിട്ട് പറ്റുക അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ്. കൂടാതെ ഏതെങ്കിലും അവസരത്തിൽ ഒരു ഇക്കോണമിയിൽ ഡിസിക്വിലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ് അവ സ്വയം പരിഹരിച്ചു കൊള്ളും എന്നതിലും എനിക്ക് തർക്കമുണ്ട്. ഒരു പക്ഷേ ഇൻവിസിബിൾ ഹാൻഡ് പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കാം ഒരുപാട് കാലം കൊണ്ട്. അത്രയും കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ല. അപ്പോഴേക്കും നാം എല്ലാവരും മരിച്ചിരിക്കും. അതുകൊണ്ട് ലേസിസ് ഫെയർ പോളിസിയിൽ നിന്നും മാറി ഗവൺമെൻറ്റിന് അവരുടേതായ മഹത്തായ റോളുണ്ട് ഇവിടെ ചെയ്തു തീർക്കാൻ. ഗവൺമെൻറ് ഹാസ് ടു പ്ലേ എ ക്രൂഷ്യൽ റോൾ അക്കോർഡിംഗ് ടു JM കെയ്ൻസ്. കെയ്ൻസിൻ്റെയും ക്ലാസിക്കൽ തിയറിയുടെയും ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ഇവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ കാണിച്ചിരിക്കുന്ന സപ്ലൈ കർവാണ് AS. AS റെപ്രസെൻറ്റ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഈ അഗ്രിഗേറ്റ് സപ്ലൈ കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD1. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നമ്മുടെ ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയാണ് എന്ന് സങ്കല്പിക്കുക. ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞു AD2 ആയിട്ട് മാറി. എങ്കിൽ ഇക്കോണമി ഈ പോയിന്റിൽ നിന്നും ഇവിടെ എത്തപ്പെട്ടു. ക്ലാസിക്കൽ ഇക്കണോമിക്സ് പറയുകയാണ് ഇത് ഒരു ഡിസിക്വിലിബ്രിയം പോയിന്റാണ്. ഈ ഡിസിക്വിലിബ്രിയം പോയിന്റിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഇക്കോണമി കാലക്രമേണ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. അവർ പറയുകയാണ് നമുക്ക് വേജ് കട്ട് ചെയ്യാം, തൊഴിലാളികളുടെ കൂലി നമുക്ക് കുറയ്ക്കാം. കൂലി കുറച്ചിട്ടുണ്ട് എങ്കിൽ സാധനങ്ങളുടെ ഉൽപ്പാദന ചെലവ് എന്താകും? കുറയും. ഉൽപ്പാദന ചെലവ് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ വില കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ വില കുറയുന്നു.
വില കുറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ, കൂടുതലായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കപ്പെടും, ഡിമാൻഡ് വർദ്ധിക്കും. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഇനിയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കും, ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും, അവർക്ക് വരുമാനം കൂടുതലായിട്ട് ലഭിക്കും. ക്രമേണ ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. ഇതാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിൻ്റെ വാദം. കെയ്ൻസ് പറയുകയാണ്, ഈ ആധുനിക കാലഘട്ടത്തിൽ വേജ് കട്ട് ഈസ് ഇമ്പോസിബിൾ. ട്രേഡ് യൂണിയനുകളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂലി കുറയ്ക്കാനായിട്ട് പറ്റില്ല. മാത്രവുമല്ല, ഇവിടെ പ്രൈസ് കുറയ്ക്കുക എന്ന ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിൻ്റെ വാദത്തെയും അദ്ദേഹം ഖണ്ഡിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം വില കുറച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതലായിട്ട് വിൽക്കാനായിട്ട് പറ്റിയേക്കാം. എങ്കിൽ നമ്മൾ ഒരു രാജ്യത്തെ മൊത്തമായിട്ട് കാണുകയാണെങ്കിൽ, ഒരു രാജ്യത്തുള്ള മൊത്തം ഉൽപ്പാദകരെ നാം കാണുകയാണെങ്കിൽ, എല്ലാവരും കൂടി വില കുറച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വിൽക്കാൻ പറ്റുമോ? മാത്രവുമല്ല, ഇവിടെ വേജ് എന്തായിട്ടുണ്ട്? വേജ് കുറച്ചിട്ടുണ്ട് എങ്കിൽ കൂടുതൽ സാധനം വാങ്ങാൻ പണം എവിടെ ഉണ്ടോ? ഇല്ല. എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തിച്ചേരുക എന്നത് അസാധ്യമാണ് എന്നാണ് കെയ്ൻസ് വാദിക്കുന്നത്. ഇവിടെയാണ് ഗവൺമെൻറ്റിന് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് തൊഴിൽ ലഭിക്കാനും അങ്ങനെ ക്രമേണ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിലും ഗവൺമെൻറ് ഡെലിബറേറ്റ് ആയിട്ട് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. എങ്കിൽ മാത്രമേ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് തള്ളി മാറ്റാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ കെയ്ൻസിൻ്റെ ഒരു വിശദീകരണ രീതി. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ പ്രവർത്തന മാതൃകയിലാണ് മാക്രോ ഇക്കണോമിക്സിലെ തുടർന്നുള്ള പാഠങ്ങൾ. ക്യാപിറ്റലിസത്തിൻ്റെ സവിശേഷതകളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് പ്രധാനമായും 4 മേഖലകൾ, 4 സെക്ടേഴ്സ് കാണാം. അതിൽ ഒന്നാമത്തെ സെക്ടറാണ് ഫേം സെക്ടർ അഥവാ സ്ഥാപന മേഖല. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണിത്. ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള മേഖല. അടുത്തതായിട്ട് ഹൗസ് ഹോൾഡ് സെക്ടർ അഥവാ ഗാർഹിക മേഖല. ഫേം സെക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഗാർഹിക മേഖല അഥവാ ഹൗസ് ഹോൾഡ് സെക്ടർ. കൂടാതെ ഫേം സെക്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടർ ഇൻപുട്ടുകളും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രനർ എന്നിവയൊക്കെ നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ മേഖലയാണ് ഈ ഹൗസ് ഹോൾഡ് സെക്ടർ. ഇനി നമുക്ക് മൂന്നാമത്തെ മേഖലയായ ഗവൺമെൻറ് സെക്ടർ നോക്കാം. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നമുക്ക് ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കാണാം. ഉൽപ്പാദകരുടെ ഉൽപ്പാദനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും, റോഡായാലും പാലമായാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എനർജി സോഴ്സുകളായാലും ഇവയൊക്കെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു ഗവൺമെൻറ് മേഖലയെ കാണാനായിട്ട് പറ്റും. കൂടാതെ ഒരു രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു ഗവൺമെൻറ് ആയിരിക്കും. ഇനി നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഇക്കോണമിയും ഒരു ക്ലോസ്ഡ് ഇക്കോണമിയല്ല, മറിച്ച് എന്താണ്, ഓപ്പൺ ഇക്കോണമിയാണ്. അപ്പോൾ നാലാമത്തെ സെക്ടർ കൂടി ഇവിടേക്ക് കടന്നു വരുന്നു. ഇതിനെയാണ് ബാഹ്യ മേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇക്കോണമികളെല്ലാം ഓപ്പൺ ഇക്കോണമികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും മറ്റു വിവിധ രാജ്യങ്ങളുമായിട്ട് നടത്തും. അങ്ങനെ വരുമ്പോൾ അവിടെ എക്സ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, ഇമ്പോർട്ടുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെ 4 മേഖലകൾ ഈ പാഠത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതോടുകൂടി മാക്രോ ഇക്കണോമിക്സിലെ ആൻ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എന്നെ കേട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.